എല്ലാവർക്കും ടെക് സ്നൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു ഇൻഡോർ ലൈറ്റാണിത്. ഏകദേശം ആമസോണിൽ ഇതിന് വില വരണത് 2500 2600 ആ റേഞ്ചിന് വില വരണത്. നമ്മളിതിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഒരു ലൈറ്റിന് 300 രൂപയാണ് ചിലവായിരിക്കണത്. രണ്ടും കൂടി 600 രൂപ. 2500 ലൈറ്റ് നമ്മളൊരു 300 രൂപയ്ക്ക് ഉണ്ടാക്കി, അത്രയുള്ളൂ. പിന്നെ ഫുൾ മേക്കിംഗ് വീഡിയോ എല്ലാവരും കാണാൻ, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യം തന്നെ വേണ്ടത് 2 കഷ്ണം PVC പൈപ്പാണ്. 1/2 ഇഞ്ചിൻ്റെ 2 അടി ലെങ്ത്തിലുള്ള 2 കഷ്ണം, 2 പീസാണ് നമ്മൾ എടുത്തേക്കുന്നത്. ലൈറ്റിൻ്റെ ഡിസൈൻ അനുസരിച്ച് ലെങ്ത്തൊക്കെ മാറ്റി മാറ്റി കൊടുക്കാം. ഇപ്പോൾ ലെങ്ത്ത് കൂടിയോ കുറഞ്ഞതോ അതൊക്കെ ലൈറ്റിൻ്റെ ഡിസൈൻ അനുസരിച്ച് തന്നെ ഇരിക്കുക. ഏകദേശം ഒരു 20 രൂപ മാത്രമേ വരുള്ളൂ ഇത്രയും പൈപ്പിന്. മെഷർമെൻറ്റ് ടേപ്പ് വെച്ച് ഒരു സൈഡിൽ നിന്ന് ഒരു 5 ഇഞ്ച് ലെങ്ത്തും ഒരു 4 ഇഞ്ച് ലെങ്ത്തും മാർക്ക് ചെയ്യുക. ലൈറ്റിൻ്റെ ബേസ് പോർഷൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ മാർക്ക് ചെയ്യണത്. ഈ പൈപ്പിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചത് ഗ്ലാസ്സിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ് ചെയ്തത്, താഴെ വെച്ചിട്ട്. അപ്പോൾ ഗ്ലാസ് തന്നെ വേണമെന്നില്ല, എങ്ങനെയെങ്കിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ കറക്റ്റായിട്ട് വരച്ചാൽ മതി. ലൈൻ വളഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം അടുത്തതായി നേരത്തെ വരച്ച സ്ട്രെയിറ്റ് ലൈനിലൂടെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല വൃത്തിക്ക് വേണം കട്ട് ചെയ്യണം, അതാണ് കാണുമ്പോൾ ഒരു നല്ല ഫിനിഷിങ് നമുക്ക് തോന്നുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന പോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യരുത്. അവർ നമ്മൾ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്യരുത്. അവിടെ വേണം ലൈറ്റിൻ്റെ ബേസ് വെക്കാനുള്ളത്. ഈ കാണുന്ന പോലെ 2 പീസും നല്ല വൃത്തിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന LED ഒരു ചെറിയ പോർഷൻ എടുക്കുക. എന്നിട്ട് അത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഗ്യാപ്പിലൂടെ കറക്റ്റായിട്ട് കയറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഫ്രീ ആയിട്ട് മൂവ് ആവണം. ഇതുപോലെ 2 സൈഡിലും വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് മൂവ് ആവുന്നുണ്ടോ എന്ന്. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 ഇഞ്ചിൻ്റെ PVC പൈപ്പിൻ്റെ കഷ്ണം എടുക്കുക. 2 ഇഞ്ച് ലെങ്ത്തുള്ള പീസാണ് ഞാനിവിടെ എടുത്തേക്കണത്. ഇനി നമുക്ക് വേണ്ടത് ഒരു PVC പൈപ്പിൻ്റെ ഷീറ്റാണ്. ഇതിപ്പോൾ 4 ഇഞ്ച് പൈപ്പ് കട്ട് ചെയ്തിട്ട് ചൂടാക്കി പരത്തിയെടുത്തേക്കണതാണ് ഈ കാണുന്നത്. അതിലേക്ക് നേരത്തെ കാണിച്ച 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യണത് നമ്മളൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ഫ്ലെക്സിബിളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഈ കാണുന്ന പോലെ നമ്മൾ ഒട്ടിച്ചെടുത്ത പീസിൽ 2 ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ള പൈപ്പിലും ഒരേ ലെവലിൽ 2 ഹോൾ ഇട്ട് കൊടുക്കുക. ഈ കാണുന്ന പോലെ സെൽഫ് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത ഭാഗത്ത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം PVC പൈപ്പ് എടുത്തിട്ട് 1/2 ഇഞ്ച് പൈപ്പിൻ്റെ സൈസിലൊരു 4 ചെറിയ ചെറിയ റൗണ്ടുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് പൈപ്പിൻ്റെ 2 സൈഡും ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്, കവർ ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇതുപോലെ 4 ചെറിയ ചെറിയ റൗണ്ടുകളെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് 2 പൈപ്പിൻ്റെയും 2 വശങ്ങളിലായി നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം. PVC പൈപ്പിൻ്റെ ചെറിയ 2 ഷീറ്റ് കട്ട് ചെയ്ത് ഇതുപോലെ ചൂടാക്കി ബെൻഡ് ചെയ്തെടുക്കണം. അതിൻ്റെ സൈഡിൽ 2 ഹോളും നടുക്കിൽ 2 ഹോളും ഇട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ ഒരു C ഷേപ്പിലുള്ള ക്ലാമ്പ് ഉണ്ടാക്കിയെടുത്ത ശേഷം അത് നമ്മുടെ ഒരു 4 ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കേണ്ടതാണ്. ഇറക്കി വെച്ചിട്ട് അതിന് സ്യൂട്ടാവുന്ന രീതിയിൽ അതിൻ്റെ സൈഡിലും 2 ഹോളുകൾ ഇട്ട് കൊടുക്കുക. ചുമരിലേക്ക് എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാമ്പ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അതുകൂടാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ 2 ഹോളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പൈപ്പിൻ്റെ ഉള്ളിലൊട്ടിക്കുന്ന LED വയർ സോൾഡറിങ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹോളോടെ ഇട്ടിരിക്കുന്നത്. ഇതാണ് ബോഡി ഫില്ലർ. ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒട്ടിച്ചെടുത്ത പൈപ്പിലെ സൈഡിലെ ഹോളുകളും കാര്യങ്ങളൊക്കെ അടച്ച് കൂടുതൽ ഫിനിഷിങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബോഡി ഫില്ലറും 2 പുട്ട് ബ്ലേഡും മാത്രം മതി നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബോഡി ഫില്ലർ ഒരു പേസ്റ്റ് രൂപത്തിലായിരിക്കും ഉണ്ടാകുന്നത്. അത് പുട്ട് ബ്ലേഡ് ഉപയോഗിച്ച് വളരെ കുറച്ച് മാത്രം എടുക്കുക. കുറച്ചെടുത്ത് അതിലേക്ക് ഹാർഡ്നർ വളരെ കുറച്ച് മാത്രം വെച്ച് മിക്സ് ചെയ്യുക. വളരെയധികം എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ടയായി പോകുന്നതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എടുത്ത് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ല രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒട്ടിച്ച പൈപ്പിൻ്റെ ഗ്യാപ്പുകളിലും ചെറിയ ചെറിയ ഹോളുകളുള്ളിടത്തുമെല്ലാം ഇത് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. പൈപ്പിൻ്റെ പുറത്ത് മാത്രമല്ലാതെ ഉള്ളിലും കൂടി കുറച്ച് വിരൽ വെച്ച് തേച്ച് കൊടുക്കുക. അത് കൂടുതൽ
സ്ട്രോങ് ആവാനായിട്ട് സഹായിക്കും. അതുകൂടാതെ തന്നെ 1/2 ഇഞ്ച് പൈപ്പിൻ്റെ 2 സൈഡിലും നല്ലപോലെ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ നമ്മൾ തേച്ച ബോഡി ഫില്ലറെല്ലാം നല്ല രീതിയിൽ ഉണങ്ങി നല്ല ഹാർഡായിരിക്കണം കാണാൻ പറ്റും. ഇനി അതൊന്ന് സാൻഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായി 220 320 ഗ്രേഡുള്ള സാൻഡ് പേപ്പർ വെച്ച് നല്ല രീതിയിൽ ഉരച്ച് നല്ല ഷേപ്പാക്കി എടുക്കേണ്ടതാണ്. ബോഡി ഫില്ലർ ഉള്ളിലേക്ക് തേക്കുമ്പോൾ LED വയർ എടുക്കാനായി നമ്മൾ ഹോൾ ഇട്ടിരിക്കുന്ന ഭാഗങ്ങൾ അടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ NC ഗോൾഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഗോൾഡൻ കളർ. NC ഗോൾഡ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതാണ്. പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ഇതിൽ മാർക്കർ വെച്ച് വരച്ച എല്ലാ വരകളും മാച്ച് നല്ല വൃത്തിയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആ വരകളെല്ലാം തെളിഞ്ഞു നിൽക്കുന്നതാണ് പെയിൻറ്റിന് ശേഷം. ഞാനിവിടെ ഉപയോഗിച്ചത് എയർ കംപ്രസറുള്ള സ്പ്രേ ഗണ്ണാണ്. ഇങ്ങനെ സൗകര്യമില്ലാത്തവർക്ക് ബോട്ടിൽ സ്പ്രേ പെയിൻറ്റ് വാങ്ങാൻ ലഭിക്കുന്നതാണ്, അത് വാങ്ങി യൂസ് ചെയ്യാം. അങ്ങനെ 2 ലൈറ്റിൻ്റെ ബോഡി നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് വളരെ അടിപൊളിയായി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1 മണിക്കൂറിന് ശേഷം ഇത് നല്ലപോലെ ഉണങ്ങി കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ലൈറ്റ് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന LED-യും 2 കളർ വയറും എടുക്കേണ്ടതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ്. പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചറിയുന്നതിനാണ് 2 കളർ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ 2 ഡ്രൈവും വേണം. 12 വോൾട്ട് 2 ആംപിയറിൻ്റെ 2 ഡ്രൈവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഡ്രൈവ് വാങ്ങുമ്പോൾ നമ്മുടെ ഈ 4 ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഡ്രൈവ് വേണം വാങ്ങുന്നതിന്. അഥവാ സ്യൂട്ടായില്ലെങ്കിൽ അതിൻ്റെ പുറത്തെ കവറുകൾ ഊരിക്കളഞ്ഞ് നമുക്ക് അതിൻ്റെ ബോർഡ് മാത്രം ഉള്ളിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി LED ഫ്രെയിമിൻ്റെ അളവിൽ കറക്റ്റായി ലെങ്ത്ത് അളന്നെടുത്ത് LED കട്ട് ചെയ്തെടുക്കുക. LED കട്ട് ചെയ്യുമ്പോൾ ഈ കാണുന്ന പോലെ ഡോട്ടുകൾ ഉള്ള സ്ഥലത്ത് വെച്ച് കറക്റ്റായി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം LED കുറച്ച് പോർഷൻ കത്താതെ വേസ്റ്റായി പോകുന്നതാണ്. കറക്റ്റായി അളന്ന് കട്ട് ചെയ്ത ശേഷം LED സോൾഡർ ചെയ്യുവാനായി ഇതുപോലെ ഏതെങ്കിലും 2 സൈഡുകൾ കട്ട് ചെയ്തെടുക്കുക. സോൾഡറിങ് ചെയ്യുന്നതിന് ആവശ്യമായ രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ കാണുന്ന പോലെ ഷേപ്പിൽ കട്ട് ചെയ്ത് അവിടെ സോൾഡറിങ് ചെയ്യേണ്ടതാണ്. LED കണക്ഷൻ സോൾഡർ ചെയ്തെടുക്കുന്നതിനായി ഇതുപോലെ 2 വയറുകൾ ഇരുവശത്തേക്കും ഇട്ട് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം എടുത്ത് LED ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് തിരികെ വയ്ക്കേണ്ടതാണ്. LED മുഴുവനായി ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവാതെ കുറച്ച് ഭാഗം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. LED-യിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരുന്ന ഭാഗം പോസിറ്റീവും അതിൻ്റെ മറു സൈഡ് നെഗറ്റീവുമാണ്. പോസിറ്റീവിലേക്ക് റെഡ് വയറും നെഗറ്റീവിലേക്ക് ബ്ലാക്ക് വയറും സോൾഡർ ചെയ്യേണ്ടതാണ്. വയറുകൾ സോൾഡറിങ് ചെയ്ത ശേഷം ഇതുപോലെ LED ഫ്രെയിമിലേക്ക് LED ഇറക്കി വെച്ച് കൊടുക്കേണ്ടതാണ്. നല്ലപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടതാണ്. ലൈറ്റ് ഇളകി പോരാതെ ഇരിക്കുന്നതിനായി ഫ്ലെക്സ് ചുക്കും വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇരുവശത്തെയും LED വയറുകൾ സോൾഡർ ചെയ്ത് പശയെല്ലാം വെച്ച് നല്ലപോലെ സെറ്റാക്കി എടുക്കുക. LED-യിലേക്ക് കറണ്ട് നൽകുന്നതിനായി ബ്ലാക്ക് വയറുകൾ തമ്മിലൊന്നിച്ചും റെഡ് വയറുകൾ തമ്മിലൊന്നിച്ചും ചേർത്ത് കണക്ഷൻ കൊടുക്കുക. LED ഡ്രൈവിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പായി കണക്ഷൻ എല്ലാം ശരിയാണോ എന്ന് നോക്കുന്നതിനായി ഒരു 12 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുത്ത് കത്തിച്ച് നോക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി LED ഡ്രൈവിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിനായി അതിൻ്റെ ഇൻപുട്ട് സൈഡും ഔട്ട്പുട്ട് സൈഡും കറക്റ്റായി മനസ്സിലാക്കിയിരിക്കുക, മാറിപ്പോയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻപുട്ട് സൈഡിലേക്ക് AC കറണ്ടും ഔട്ട്പുട്ട് സൈഡിലേക്ക് LED വയറുമാണ് കൊടുക്കേണ്ടത്. LED വയറുകൾ റെഡ് വയർ പോസിറ്റീവിലും ബ്ലാക്ക് വയർ നെഗറ്റീവിലും കറക്റ്റായി തന്നെ കണക്ഷൻ കൊടുക്കുക. AC സൈഡിലേക്ക് 2 റെഡ് വയറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ കളർ കോഡുകൾ പ്രശ്നമില്ലാത്തതിനാൽ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്.